ഓണസദ്യയിലെ സ്പെഷ്യൽ വിഭവമായ വെള്ളരിക്ക പച്ചടിയാണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ വളരെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇതെന്ന് പറയുന്നത് 4 പേർക്കുള്ള അളവാണ് ഞാൻ കാണിക്കുന്നത്. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 ചുവന്നുള്ളിയും ഇച്ചിരി തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. ഒരു കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ തിരുമ്പുമ്പം നമ്മൾ നല്ല വെള്ള ഭാഗം വേണം പച്ചടിക്ക് എടുക്കാനായിട്ട്. ഉണക്ക തേങ്ങ എടുക്കുകയും ചെയ്യരുതേ. വെള്ളരിക്കയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ അരച്ചു വെച്ച കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാമേ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. ലൈക്ക് ചെയ്യുമ്പം ഹൈപ്പും കൂടി ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പച്ചടിക്ക് നമുക്ക് വെള്ളരിക്കയ്ക്ക് പകരം നമ്മുടെ തടിയൻക എന്ന് പറയത്തില്ലേ, അത് വേണമെങ്കിലും ചേർക്കാം. അതുപോലെ തന്നെ ഈ വെള്ളരിക്കയുടെ കൂടെ നമുക്ക് ഒരു പച്ച തക്കാളി ഉണ്ടല്ലോ, അതും കൂടി ചേർത്താലും നല്ലതാണ്. ഇനി ഈ പച്ചടി അധികം തിളയ്ക്കാതെ നോക്കണം. നന്നായിട്ട് പത വരുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി വെക്കാം. അതുപോലെ പച്ചടിയൊന്നും ലൂസ് ആവരുത്. നമ്മൾ ഇലയിൽ വിളമ്പ് തന്നെ കുറച്ച് കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് കടുക് പരിപ്പ് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിയാലും മതി. പക്ഷേ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ അരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ കടുകും കൂടെ ചേർത്ത് അരച്ചെടുക്കുന്നതാണ്. ഇനി കടുക് താളിക്കാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1/4 ടീസ്പൂൺ കടുകും ഒരു വറ്റൽമുളക് മുറിച്ചതും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഈ താളിപ്പതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.